ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശിഷ്ട അതിഥികളെ, തികഞ്ഞ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും അഭിമാനത്തോടും അതിലുപരി ദൈവാശ്രയത്തോടും കൂടിയാണ് ഈ സമയത്ത് നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. 2016 ആണ്ട് ഫെബ്രുവരി മാസം 2-ാം തീയതി പാണ്ടങ്കേരി ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു നിമിഷം മുതൽ ഈ സമാപനത്തിൻ്റെ ഈ ഒരു ഘട്ടം വരെയും തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കുവാനും സന്തോഷിപ്പാനും അതിലേറെ ദൈവ നന്ദികളെ അർപ്പിക്കുവാനും നമുക്ക് ഒരുപാട് ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഈ കൊച്ചു ഇടവകയിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം തിരുമനസ്സായി. ഏതാണ്ട് 150ഓളം ഭവനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവക. കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ 12 വൈദികരെയും ഒരു മെത്രാപ്പോലിത്തായെയും ഒരു കന്യാസ്ത്രീയെയും ഇപ്പോൾ 2 വൈദിക സെമിനാരി വിദ്യാർത്ഥികളെയും പരിശുദ്ധ സഭയ്ക്ക് സംഭാവന ചെയ്യുവാൻ തക്കവണ്ണം കഴിഞ്ഞ ഒരു ഇടവക. പലതരത്തിലുള്ള പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനേകരെ സംഭാവന ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഒക്കെ സംഭാവന ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഇടവക. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി കല്ലിട്ട് സ്ഥാപിച്ച ഈ ഇടവക അതിൻ്റെ അഭിവൃദ്ധിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഈ കഴിഞ്ഞ 1 വർഷക്കാലത്തിനുള്ളിൽ വളരെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ജീവകാരുണ്യ മേഖലകളിലൊക്കെ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. ഇടവകയുടെ ശതാബ്ദി സ്മാരകമായി പണിത ഓഫീസ് മന്ദിരം ഈ ദേവാലയത്തിൻ്റെ സ്ഥാപകനായിരിക്കുന്ന വട്ടശ്ശേരി പരിശുദ്ധ മോർ ദിവന്നാസിയോസ് തിരുമേനിയുടെ സ്മാരകമായും സെൻഡോസ് കോളിനായി നിർമ്മിച്ച പൈതൃക മന്ദിരം സഭാരത്നം അഭിമന്യ ഗീവർഗീസ് മാർ ഓസ്താത്യോസ് തിരുമേനിയുടെ സ്മാരകമായും ഇവിടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ആദ്യമായി തന്നെ ദൈവസന്നിധിയിൽ നമ്മുടെ നന്ദി നിറഞ്ഞ ഹൃദയം സമർപ്പിക്കുവാനുള്ള സന്ദർഭമാണിത്. ദൈവമാണ് സഭയെ നടത്തുന്നത്. ഇസ്രായേൽ ജനത്തെ രാത്രി അഗ്നി മേഘത്തിലും മലിത്തൂണിലും പകൽ സമയം മേഘത്തിൻ്റെ വഴികാട്ടിയായുള്ള നടത്തിപ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടവകയുടെ നടത്തിപ്പിൽ ദൈവം നമ്മെ മുന്നിൽ നടന്ന് നടത്തിക്കുന്നു എന്നുള്ളത് ഒരിക്കലും മറന്നുകൂടാ. അതുകൊണ്ട് ദൈവഹിതത്തിനെതിരായി ഒന്നും പ്രവർത്തിക്കാതിരിക്കാൻ നമുക്കിടയാകണം. മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയുവാൻ നിവൃത്തിയില്ലാത്ത, പാടില്ലാത്ത വിധത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു വർത്തമാന കാലഘട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ലത് എന്ത്, തിന്മ എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് നല്ലതിനോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഒരിക്കൽ കൂടെ ഈ ഇടവകയ്ക്കും നിങ്ങളുടെ ഭാവി കാല എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. ഈ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Dr. Christy Fernandez IAS. I welcome Dr. Christy Fernandez IAS for giving us a centenary keynote address. മനുഷ്യനെ മനുഷ്യനായി കാണുകയും മനുഷ്യന് വേണ്ടി സേവനം ചെയ്യുകയുമാണ് ഏറ്റവും ഉദാത്തമായ ദൈവവിശ്വാസവും ദൈവത്തോടുള്ള പ്രതിപത്തിയുമെന്ന് പ്രാർത്ഥനയുമെന്ന്. പുതിയ തലമുറയെ നല്ല രീതിയിൽ വളർത്തേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. നമ്മുടെ പുതിയ തലമുറയോട് എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് നാം പ്രതീക്ഷിക്കുന്നത്, നമ്മളുടെ തലമുറയിൽ നിന്ന് നാം എന്താണ് പ്രതീക്ഷിക്കുന്നത്, നമ്മളിൽ നിന്ന് തന്നെ നാം എന്താണ് പ്രതീക്ഷിക്കുക. എനിക്ക് സമ്പത്ത് വേണം, തീർച്ചയായിട്ടും അവശ്യം വേണ്ട സമ്പത്ത് വേണം. ആരോഗ്യം വേണം, തീർച്ചയായും വേണ്ടതാണ്. നല്ല മക്കളുണ്ടാവണം, നല്ല സഹോദരങ്ങൾ ഉണ്ടാകണം, വളർച്ച ഉണ്ടാവണം, പുരോഗതി ഉണ്ടാവണം. ഇതൊക്കെയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റെന്തോ നാം കാംക്ഷിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടാവണം. എനിക്ക് ശാന്തമായി രാത്രിയിൽ ഉറങ്ങാൻ കഴിയണം, സമാധാനമായി ജീവിക്കാൻ കഴിയണം. ഒരുപക്ഷെ അതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം, സമാധാനമായി ജീവിക്കാൻ.
അനുഭവിക്കാൻ കഴിയും. എന്തെല്ലാം ഉണ്ടെങ്കിൽ എന്താണ്, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വന്നില്ല എങ്കിൽ, വേദനയോടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് നമുക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നതെങ്കിൽ, എന്താണ് വികസനത്തിൻ്റെ അർത്ഥം, എന്താണ് വളർച്ചയുടെ അർത്ഥം? സമാധാനമാണ് വേണ്ടത്. ആരാണ് സമാധാനം നൽകുക? സ്വയം സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഉണ്ടെന്ന് ചിലരൊക്കെ പറയുന്നുണ്ടാവും, ഞാൻ വിശ്വസിക്കുന്നില്ല. സമാധാനം ദൈവദത്തമാണ്. ദൈവത്തിന് മാത്രമേ സമാധാനം നൽകാൻ സാധിക്കുകയുള്ളൂ. ദൈവം നൽകുന്ന സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിനും പരിപോഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വളർത്തുന്നതിനും വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ, പാരിനുള്ള അടിക്കല്ല് പാർത്ത് കണ്ടറിഞ്ഞവർ, യോഗൈക നിരതന്മാർ, ഭോഗ നിസ്പൃഹർ, പരിത്യാഗൈക ദ്രവിണന്മാർ, അവർ തൻ വാസങ്ങളോ പൊട്ടപ്പുല്ലുകൾ കൊണ്ടും ശുഷ്കപത്രൗഘം കൊണ്ടും കെട്ടിമേഞ്ഞവയായ പാഴ്ക്കുടിലുകളത്രേ. എങ്കിലും അവയിൽ നിന്ന് ഇങ്ങു കിട്ടിയ തനിത്തങ്കങ്ങൾ, മഹാർഗ്യങ്ങൾ മറ്റെങ്ങും അലഭ്യങ്ങൾ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 20-ാം നൂറ്റാണ്ടിലെ ചരിത്രം, അത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ചരിത്രമാണ്. മലങ്കര മെത്രാപ്പൊലീത്തയായി, ഋഷിവര്യനായി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വാതന്ത്ര്യവും അഖണ്ഡയും തനിമയും പൈതൃകവും ഉറപ്പാക്കിയ പരിശുദ്ധൻ ഈ പാണ്ടങ്കരിയുടെ മണ്ണിൽ 917 ഒരു കൊച്ചു ദേവാലയത്തിന് കല്ലിട്ടു. 8-10 വീട്ടുകാർ മാത്രം നിരണം വല്യപള്ളിയിൽ നിന്ന് ആരാധനാ സൗകര്യത്തിനായി ഈ കുട്ടനാടൻ പ്രദേശത്ത് തലവടി പാണ്ടങ്കരി ദേശത്ത് വന്ന് താമസിച്ച സഭാമക്കൾ എല്ലാം മറന്ന് പരിശുദ്ധ പിതാവിൻ്റെ ആ കാലടികൾ പിന്തുടർന്നുകൊണ്ട് കൊളുത്തിയ ദീപം ഇന്ന് 150 വീടുകളായി 12 വൈദികരെയും 2 വൈദിക സെമിനാരി വിദ്യാർത്ഥികളെയും ഒരു കന്യാസ്ത്രീയെയും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കൊടുക്കുവാൻ അതെ ആ പരിശുദ്ധ പിതാവാണ് എല്ലാം എല്ലാം. ആ പരിശുദ്ധ പിതാവിൻ്റെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പരുമല തിരുമേനിയുടെ ശിഷ്യൻ പരിശുദ്ധ കല്ലശ്ശേരി ബാബ ഈ കാണുന്ന ദേവാലയത്തിന് അത് കൂദാശ ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മകൾ നമ്മെ നയിച്ച വൈദികരിലേക്കും കടന്നു പോവുകയാണ്. കാട്ടുപറമ്പിൽ അച്ഛൻ 35 വർഷം ഈ ഇടവകയെ നയിച്ചു തുടങ്ങി. ഈ ഇടവകയുടെ അഭിമാനമായ, ഈ നാടിൻ്റെ അഭിമാനമായ മുണ്ടകത്തിൽ MC ഗീവർഗീസ് അച്ഛനും ചെത്തിപ്പുരയ്ക്കൽ ഇസ്രായേൽ അച്ഛനും തുടങ്ങി ഇന്ന് ചെത്തിപ്പുരയ്ക്കൽ CC മാത്യൂസ് അച്ഛൻ മുതൽ തുടങ്ങുന്ന ജീവിച്ചിരിക്കുന്ന അച്ഛന്മാർ മലങ്കര സഭയുടെ മക്കൾക്ക് പാണ്ടങ്കരി ദേശത്തിന്, എടത്വ, തലവടി, വിയപുരം ദേശത്തിന് എന്നും ദിശാബോധം നൽകുന്ന ആത്മീയതയുടെ നിറകുടമായി തീർന്നതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ഒരു അഗ്നികുണ്ഡം പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി കൊളുത്തി. ആ പരിശുദ്ധ പിതാവിൻ്റെ മുമ്പിൽ
പണ്ടങ്കേരി ഇടവക നമോഭാഗം അർപ്പിക്കട്ടെ. ഈ പുതിയ തലമുറയ്ക്ക് ഒരു വാക്ക്. തെംസ് നദിയുടെ ആത്മകഥ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ദ ബ്രൂക്ക് എന്ന കവിതയിൽ ഇപ്രകാരം എഴുതി. അതിലെ ഒരു ലൈൻ, അതിമനോഹരമായ കവിത, തെംസ് നദിയുടെ ആത്മകഥ, ഓട്ടോബയോഗ്രഫി. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ എന്ന ആംഗലേയ കവി ദ ബ്രൂക്ക്, അരുവി എന്നാണ് അർത്ഥം. ഈ അരിത്തോടിൻ്റെ കരയിൽ പണ്ടങ്കരി പള്ളിയുടെ ആത്മകഥ ചുരുക്കി ഒറ്റ സെന്റൻസിൽ ഞാൻ പറയട്ടെ. men may come and men may go, but I go on forever. Men may come and men may go, but I go on forever. അരിത്തോടിൻ്റെ കരയിൽ ഈ സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന 100 വർഷത്തിൻ്റെ നിറവിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അരുമ മക്കൾ കോർത്തിണക്കുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുഷ്പം. ഇതിലെ വലിയ വലിയ കണ്ണികൾ ഈ കല്ലറുകളിൽ ഉറങ്ങിക്കിടക്കുന്നു. അവരുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളുമായി ഈ കൊച്ചു തലമുറ ഓർക്കണമേ, തെംസ് നദി ഇപ്പോഴും ഒഴുകുന്നു, അരിത്തോട് ഇപ്പോഴും ഒഴുകുന്നു, പണ്ടങ്കരി പള്ളി നിലകൊള്ളുന്നു. പിതാക്കന്മാർ, മാതാക്കൾ, യുവതി യുവാക്കന്മാർ വരുന്നു, പോകുന്നു, സലാം പറയുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മക്കൾ ഈ കൊച്ചു ദേവാലയത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുണ്ട് സഭയോടും സഭാപിതാക്കന്മാരോടും ആരാധനയോടും എല്ലാം അതിൻ്റെ മുഴുവൻ പറ്റിപ്പെടുത്ത കുടുംബ പ്രാർത്ഥനയിലൂടെ വളർത്തിയെടുത്ത പണ്ടങ്കരി ഇടവക ധന്യമാവട്ടെ. മനുഷ്യർ വരുന്നു, പോകുന്നു. തെംസ് നദി വേണ്ട, അരിത്തോട് ഒഴുകുന്നു, പണ്ടങ്കരി പള്ളിയും ഒഴുകുന്നു. ഈ ഒഴുക്കിൽ സ്നേഹപൂർവം തലോടിയ പൂർവ്വ മാതാപിതാക്കന്മാരെ ഞാൻ ഓർക്കുന്നു. പരിശുദ്ധ പുണ്യവാന്മാരായ പിതാക്കന്മാരെ ഓർക്കുന്നു. വൈദിക ശ്രേഷ്ഠരെ ഓർക്കുന്നു. എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഈ ഇടവകയുടെ ഒരു അരുമ മകനാകാൻ ദൈവം തന്ന എല്ലാ കൃപയ്ക്കും കരുണയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ 150 കുടുംബങ്ങളുടെ സ്നേഹം ബലഹീനായ എനിക്ക് പ്രാർത്ഥനയായി തരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇടവയ്ക്ക് 100 നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ഇടവയ്ക്ക് സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ മുത്തുമണികൾ നേരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിമന്യ പിതാവേ, അങ്ങയുടെ വാക്കുകൾക്ക് നന്ദി. 100 വർഷം പൂർത്തിയായ പാണ്ടങ്കേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ റിപ്പോർട്ട് വായിക്കുന്നതിനായി ശതാബ്ദി കമ്മിറ്റി സെക്രട്ടറിയായ ശ്രീ സണ്ണി മാത്യുവിനെ സാദരം ക്ഷണിച്ചു. അഭിമന്യ പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ളവരെ, ശതാബ്ദി വർഷത്തിൽ പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത വിവരം നൽകുവാനാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ വായിക്കുവാനുള്ള റിപ്പോർട്ട് അച്ചടിച്ച് എൻ്റെ കൈവശമുണ്ട്. എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് പ്രധാന പോയിന്റുകൾ മാത്രം പറയുകയാണ്. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കമ്മിറ്റികൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ 1 വർഷം മുമ്പേ രൂപീകരിച്ച് പ്രവർത്തന സജ്ജമായി. അവ ഇന്ന് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, പ്രധാന കാര്യങ്ങൾ മാത്രം പ്രസ്താവിക്കുന്നു. ഇടവകയുടെ കല്ലിട്ട പെരുന്നാളിനെ തുടർന്ന് ശതാബ്ദി ഉദ്ഘാടന സമ്മേളനം നടത്തി. അഭിമന്യ തിരുമേനിയുടെ അധ്യക്ഷതയിൽ മുംബൈ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടന കർമ്മം നടത്തി. ഇടവക സ്ഥാപകൻ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ നാമത്തിൽ ഇരുനില ശതാബ്ദി മന്ദിരം 70 ലക്ഷത്തോളം മുടക്കി പാരിഷ് ഓഫീസ്, വികാരിയുടെ ഓഫീസ്, വൈദികർക്കും മേൽപ്പട്ടക്കാർക്കും താമസിക്കാനുള്ള മുറികൾ, കോൺഫറൻസ് ഹാൾ, ഡൈനിങ് ഹാൾ എന്നിവയുടെ പണി പൂർത്തിയാക്കി. സഭാരത്നം ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താദിയോസ് തിരുമേനിയുടെ നാമത്തിൽ പൈതൃക മന്ദിരം 10 ലക്ഷം രൂപയോളം ശില്പശാചര്യം നിലനിർത്തി സൺഡേ സ്കൂൾ ആവശ്യത്തിനായി ഫർണിഷ് ചെയ്തു. കൽക്കുരിശിനോട് ചേർന്ന് ഒരു കൊടിമരം നിർമ്മിക്കുകയുണ്ടായി. പൊൻവെളിച്ചമായി പകൽ വീട്. ഇടവകയിലെ മുതിർന്ന പൗരന്മാർക്ക് സ്നേഹസ്പർശം പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ ആരംഭിച്ച സ്നേഹത്തണൽ പകൽ വീട് നിർണഭദ്രാസനത്തിലും എടത്തോ പഞ്ചായത്തിലും പ്രഥമ സംരംഭം. വാർദ്ധക്യത്തിലെത്തിയവരെ പ്രചരിക്കുക നിസ്വാർത്ഥ പ്രവർത്തകർ, ബൈബിൾ ക്ലാസ്, ഡോക്ടർമാർ നയിക്കുന്ന ആരോഗ്യ പരിപാലന ക്ലാസുകൾ, ചർച്ച, വിനോദങ്ങൾ, തീർത്ഥയാത്ര എന്നിവ നടത്തുകയുണ്ടായി. സ്വന്തമായ ഒരു വാഹനവും വാങ്ങുവാൻ ഇടയായി. സമാഹരിക്കുന്ന തുകയുടെ ദശാംശം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചു. പുത്തൻ മാതൃക സൃഷ്ടിച്ചു. ആന്ധ്രാപ്രദേശിലെ തമിലോണിഗുഡ ഗ്രാമത്തിലെ
രഹിതമാക്കുവാനുള്ള പദ്ധതിക്കായി 1,00,000 രൂപ സംഭാവന നൽകുകയുണ്ടായി. ചികിത്സാ സഹായം, ഭവന നിർമ്മാണം, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ, വൈദ്യസഹായം, പഠനങ്ങൾക്കാവശ്യമായ കൈത്താങ്ങൽ, പകൽ വീടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സവിശേഷ പരിഗണന എന്നിവ നൽകുകയുണ്ടായി. ജൂബിലി വർഷത്തിൽ അനേക കർമ്മ പദ്ധതികളും പരിപാടികളും വിജയകരമായി പൂർത്തിയാക്കുവാൻ സർവശക്തൻ സഹായിച്ചു. എങ്കിലും വളർച്ചയുടെ പാതയിൽ അനേകം കഥം മുന്നേറുവാനുണ്ട്. ശതാബ്ദി ഫണ്ട് ഉദ്ഘാടന സമയത്ത് അഭിമന്യ ക്രിസ്മോസ് തിരുമേനിക്ക് പറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ കർണങ്ങളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഞങ്ങൾ അന്ന് പ്രസ്താവിച്ച കാര്യങ്ങളും മിക്കതും പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വളരെ അനുഗ്രഹകരമായ ശതാബ്ദി പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പൂർത്തിയാക്കുവാൻ സഹായിച്ച ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ടും സഹായിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതവും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ തൃക്കൈകളാൽ സ്ഥാപിതവും അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്ന ഗീവർസിദ്ദീൻ ബാവായാൽ കൂദാശയപ്പെട്ട പരിശുദ്ധ ദേവാലയം അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിരിക്കുന്ന പരിശുദ്ധ ഔഗേൻ ബാവ, പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ബാവ, പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ദിദിയൻ ബാവ, ദിദിമോസ് ബാവ, കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹരായ മാർത്തോമ ദിവന്യാസ് മെത്രാപ്പോലീത്ത, ഗീബ്രീസ് മാർ ഉസ്താദ്യോസ് മെത്രാപ്പോലീത്ത, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരിക്കുന്ന അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഈ ഇടവയുടെ അഭിമാനമായ തേബോദുസ് തിരുമേനിയുടെ പരിപാലനം ഏറ്റിട്ടുള്ള ഒരു ഇടവകയാണ് പാണ്ടങ്കേരി ഇടവക. കുട്ടനാട്ടിൽ മലങ്കര സഭയ്ക്ക് അധികം ഇടവകളില്ല. എന്നാൽ ഉള്ള ഇടവകളിൽ വളരെ ശ്രേഷ്ഠമായി ശോഭിക്കുന്ന ഒരു ഇടവകയാണ് പാണ്ടങ്കേരി ഇടവക. ഈ ഇടവകയുടെ വളർച്ചയിൽ 917 ഈ ഇടവക സ്ഥാപിതമായി. 927 ഫെബ്രുവരി മാസം 2-ാം തീയതി വട്ടശ്ശേരി തിരുമേനി ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തി. 951 പരിശുദ്ധ ഗീവർസിദ്ദീൻ ബാവ ഇതിൻ്റെ കൂദാശ ചെയ്തു. അങ്ങനെ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇടവക സംബന്ധിച്ച് പറയുമ്പോൾ വളരെ അധികം കാര്യങ്ങൾ ഇടവയെപ്പറ്റി പറയുവാനായിട്ടുണ്ട്. കേവലം 150 വീട്ടുകാരുള്ള ഒരു ഇടവകയിൽ ഒരു മെത്രാപ്പോലീത്ത, 12 വൈദികർ, 2 വൈദിക സെമിനാരി വിദ്യാർത്ഥികൾ, ഒരു ബഹുമാനപ്പെട്ട കന്യാസ്ത്രീ, ഇത് ഇടവകയുടെ ആധ്യാത്മികതയെ കുറിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് ലഭിച്ചത് ഗീവർസിദ്ദീൻ ബാവായും വട്ടശ്ശേരി തിരുമേനിയുടെയും മധ്യസ്ഥ കൊണ്ട് മാത്രമല്ല. ഞാൻ അവരുടെ ഭക്തിയെപ്പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ശക്തിയെപ്പറ്റിയോ ഒന്നും കുറച്ച് കാണിക്കാൻ പറയുന്നില്ല. ഇവിടുത്തെ പൂർവികന്മാർ ദൈവികരായതുകൊണ്ടാണ് ഇപ്രകാരം ഈ വൈദികരെയും ഒരു മേൽപ്പട്ടക്കാരനെയൊക്കെ ഈ ഇടവയ്ക്ക് കിട്ടിയത്. അത് നിങ്ങൾക്ക് കൈമാറി കിട്ടി. ഇനി അടുത്ത തലമുറയ്ക്ക് എന്ത് കൈമാറുവാൻ സാധിക്കുമെന്ന് ഇന്ന് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളൊന്നും ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ 2 കുഞ്ഞ് അനുഭവങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്ന 2 അനുഭവങ്ങൾ, രണ്ടും കഴിഞ്ഞ മാസം നടന്നതാണ്. എനിക്ക് 3 ജന്മദിനങ്ങളുണ്ട്. നിങ്ങൾ അതിശയിക്കുമായിരിക്കും. ഒന്ന് എൻ്റെ ഒറിജിനൽ ശരിയായിട്ടുള്ള ജന്മദിനം. 2 ഞാനൊക്കെ സ്കൂളിൽ പഠിക്കാൻ ചേരുന്ന കാലത്ത് 6 വയസ്സ് തികഞ്ഞെങ്കിലേ സ്കൂളിൽ ചേർക്കത്തുള്ളായിരുന്നു. അതുകൊണ്ട് 1 മാസം പുറകിലോട്ട് ഇറക്കി വെച്ചൊരു ഔദ്യോഗിക റെക്കോർഡിക്കലായിട്ടുള്ള ജന്മദിനം. 3 ഞാൻ ജ്ഞാനസ്നാനം ഏറ്റ ക്രിസ്തുവിൽ പിറന്ന ജന്മദിനം. എൻ്റെ ശരിയായിട്ടുള്ള ജന്മദിനം വ്യക്തമായിട്ട് ഓർത്തിരിക്കുകയും എന്നെ അന്ന് കുറഞ്ഞ പക്ഷം ടെലിഫോണിൽ ഒന്ന് വിളിക്കുകയും അടുത്തെവിടെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കണ്ട് ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മാർത്തോമ സഭയിലെ ജോസഫ് മാർ ബർണബാസ് തിരുമേനി. തിരുമേനിയുടെ ജ്യേഷ്ഠൻ ഒരു വൈദികനാണ് EJ ജോർജ് അച്ഛൻ. 88 വയസ്സ് ഇപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞു. അച്ഛന് വരാനൊന്നും പറ്റത്തില്ല. പക്ഷേ ആ ദിവസമോ അതിനടുത്ത ദിവസമോ എനിക്ക് കിട്ടത്തക്കവണ്ണം ഒരു എഴുത്ത് അച്ഛൻ നിർബന്ധമായിട്ടും അയച്ചിരിക്കും. ഈ പ്രാവശ്യം 2017 എൻ്റെ 63-ാം ജന്മദിനത്തോടനുബന്ധിച്ച് എനിക്ക് ആശംസകളൊക്കെ നേർന്നുകൊണ്ട് അച്ഛൻ
ഒരു ഇല്ലൻറ്റിൻ്റെ ഒരു പേജിൽ മലയാളത്തിൽ എഴുതിയിട്ട് അകത്തുള്ള 2 പേജുകളിൽ അദ്ദേഹത്തിൻ്റെ വായന അനുഭവത്തിൽ നിന്ന് എന്നാൽ എനിക്കേറെ പ്രയോജനം ചെയ്യുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, തല നരച്ച പഞ്ഞിക്കെട്ടുപോലെയുള്ള ഒരു കവി, ഇംഗ്ലീഷ് കവി. പക്ഷേ ആ കവിയുടെ കവിൾത്തടങ്ങൾ ചുവന്നു തൊടുത്തിരിക്കുന്നതാണ്. ഒരു ദിവസം ഈ കവിയുടെ ഒരാരാധകൻ വന്നിട്ട് ഈ കവിയോട് ചോദിച്ചു, യു ലുക്ക് സോ വിഗറസ് ആൻഡ് യു റൈറ്റ് ബ്യൂട്ടിഫുള്ളി, ഹൗ? നിങ്ങൾ വളരെ ഊർജ്ജസ്വലനായിട്ടിരിക്കുന്നു, നിങ്ങൾ വളരെ മനോഹരമായിട്ട് എഴുതുന്നു, എന്താ അതിൻ്റെ രഹസ്യം? കവി ഒന്ന് പുഞ്ചിരിച്ചിട്ട് തൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാപ്പിൾ മരമുണ്ടായിരുന്നു. ആ ആപ്പിൾ മരത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, യു ജസ്റ്റ് സീ ദറ്റ് ആപ്പിൾ ട്രീ. നിങ്ങൾ ആ ആപ്പിൾ മരത്തെ ഒന്ന് നോക്കിക്കേ, ഇറ്റ് ഈസ് പ്രെറ്റി ഓൾഡ്. അതൊരല്പം പ്രായമുള്ള വൃക്ഷമാണ്. പക്ഷേ അത് ഓരോ വർഷവും പൂത്ത് ഉലഞ്ഞ് കായ്ക്കുമ്പോൾ ഇതുവരെ കായ്ച്ചിട്ടില്ലാത്ത വിധത്തിലാണ് അത് മനോഹരമായിട്ട് പൂത്തുലഞ്ഞ് കായ്ക്കുന്നത്. എന്താ അതിൻ്റെ കാരണം എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് കവി ചോദിച്ചു. ആദ്യത്തെ ചോദ്യം ചോദിച്ച കവിയുടെ ആരാധകൻ ഒന്നും മറുപടി പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് നിന്നതേ ഉള്ളൂ. കവി പൂർത്തീകരിച്ചു, ഇറ്റ് ഗ്രോസ് ആൻഡ് ഇറ്റ് ബ്ലൂംസ്. അത് വളർന്നുകൊണ്ടേ ഇരിക്കുന്നു, അതുകൊണ്ട് അത് മനോഹരമായി പുഷ്പിച്ച് ഫലം കായ്ക്കുന്നു. ഈ കാര്യം എനിക്ക് എഴുതി അയച്ചിട്ട് അച്ഛൻ അതിൻ്റെ അടിയിൽ വീണ്ടും എഴുതി എനിക്കുള്ളൊരു ഓർമ്മപ്പെടുത്തൽ, കീപ്പ് ഓൺ ഗ്രോയിങ് ആൻഡ് ബ്ലോസമിങ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടുമുണ്ട്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? കീപ്പ് ഓൺ ഗ്രോയിങ്, പറ, വളർന്നുകൊണ്ടേ ഇരിക്കുക, ആൻഡ് ബ്ലോസമിങ്, വളർന്നുകൊണ്ടേ ഇരിക്കുക, പുഷ്പിച്ചുകൊണ്ടേ ഇരിക്കുക. 2 വാക്കുകൂടി ഉണ്ടായിരുന്നു, ടിൽ ദി എൻഡ്, അവസാനം വരെ, അവസാനം വരെ. അതുകൊണ്ട് ആ വലിയ തിരുമേനി പറഞ്ഞു, എനിക്ക് എരിഞ്ഞങ്ങടങ്ങിയാൽ മതി. ഒരു ഡെഡായിട്ട് ചത്ത് കിടക്കുന്ന, ഇങ്ങനെ ചത്തില്ല എന്നുള്ള അവസ്ഥയിൽ വേണ്ട, എരിഞ്ഞടങ്ങണം. തിരുമേനിയുടെ പ്രാർത്ഥനയായിരുന്നു. അത് തന്നെയാണ് എനിക്കും എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. കീപ്പ് ഓൺ ഗ്രോയിങ്, നിങ്ങൾ വളർന്നുകൊണ്ടേ ഇരിക്കണം, നിങ്ങൾ വളരെ മനോഹരമായിട്ട് പുഷ്പിച്ചുകൊണ്ടേ ഇരിക്കണം, ടിൽ ദി എൻഡ്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട മനു അച്ഛനും ഈ പള്ളിയുടെ സമിതിക്കും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇനിയുള്ള കാലം അപ്പോച്ചൻ ചില കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ കൂടെ ഇടവകയുടെ ഒരു ആത്മീക നവോത്ഥാനത്തിന് കൂടിയുള്ള ഒരവസരമാക്കി അച്ഛൻ പോകുന്നതിന് മുമ്പേ ആ കാര്യത്തിൽ കൂടി കുറെ കൂടി ഉത്സാഹവും ഊർജ്ജസ്വലതയും കാണിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എടത്വ ഗ്രാമപഞ്ചായത്തിൽ ഒരു പകൽ വീടുണ്ടെങ്കിൽ അത് ഈ ഇടവകയിലാണ് ഉള്ളത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ എടത്വായിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനങ്ങൾക്ക് വേണ്ട വിധം നല്ലൊരു സഹകരണമാണ് ഈ ഇടവകയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഒട്ടനവധി വിശേഷങ്ങൾ നിറഞ്ഞ ഒരു ഇടവകയാണ് പാണ്ടങ്കേരി സെന്റ് മേരീസ് ഇടവക. അതിലാദ്യത്തേത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരണം പള്ളിയിൽ നിന്നും ചമ്പക്കുളം പള്ളിയിലേക്ക് മാറിപ്പോയവരുടെ കൂടെ പോകാതെ വിശ്വാസത്തിൽ തീഷ്ണയിൽ ഉറച്ചു നിന്ന, നിരണം പള്ളിയിൽ ഉറച്ചു നിന്ന ഒരു തലമുറയുടെ പിൻതലമുറക്കാരാണ് നമ്മൾ. രണ്ടാമത്, കുട്ടനാടൻ പ്രദേശത്ത് ഓർത്തഡോക്സ് സഭയ്ക്കുള്ള ചുരുക്കം ചില പള്ളികളിൽ വള്ളത്തേലൊക്കെ റാസ് നടത്തുന്ന പള്ളികളിലൊന്ന്. മൂന്നാമത്, അഭിവന്ദ്യ ഒദ്ദാത്യോസ് തിരുമേനി അവസാനം കാൽക്കരൂൽ ശുശ്രൂഷ നടത്തിയ ദേവാലയം. ഒട്ടനവധി വൈദികരെ ഈ സഭയ്ക്ക് നൽകിയ ഇടവക. അങ്ങനെ ഒട്ടനവധി സവിശേഷതകളുണ്ട്. ഈ പ്രദേശത്തെ
ജനങ്ങളുടെ സഹകരണം, പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ സഹകരണം ഈ പള്ളിയോടുള്ളത് നിങ്ങൾ പലരും കണ്ടു കാണും. 100 വർഷം പിന്നിടുന്ന ഈ പള്ളിയിൽ ഈ 100 വർഷം നടക്കാത്ത സംഗതി നിങ്ങൾ പാണ്ടങ്കരി അമ്പലത്തിന്റെ വാതിക്കൽ ചെല്ലുമ്പോൾ കാണാം. വിശുദ്ധ ദൈവമാതാവിന്റെ ഫോട്ടോ അമ്പലക്കാർ വെച്ചിരിക്കുകയാണ്. ഇന്നലെ റാലി നടന്നപ്പോൾ മധുരം തന്നത് അമ്പലക്കാരാണ്. റാസ നടന്നപ്പോൾ മനോഹരമായി അലങ്കരിച്ച് അവർ SNDP മന്ദിരം ചെയ്തു. എനിക്ക് ആദ്യമായി നന്ദി പറയുവാനുള്ളത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനോടാണ്. നമ്മുടെ കാര്യങ്ങളിൽ വളരെ വ്യാപൃതരായി നിൽക്കുന്ന 2 പിതാക്കന്മാര്, ഇവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. ഇവരോടുള്ള നന്ദി ഒന്നുകൂടി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ഏക ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളും കൃപകളും ആശ്വാസവും നടത്തിപ്പും വാത്സല്യമുള്ളവരെ എല്ലാവരുടെ മേലും എല്ലാ കാര്യങ്ങളുടെ മേലും ദൂരെയും ചാരയുമായി ചിതറിപ്പാർക്കുന്നവരുടെ മേലും ദേശത്തിൻ്റെ മേലും ദേശനിവാസികളുടെ മേലും അല്പമായോ അധികമായോ ഈ ജൂബിലി കാര്യങ്ങളിൽ നേതൃത്വം വഹിച്ച പങ്കാളികളായ സർവരുടെ മേലും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.